ഒരു മനുഷ്യൻ്റെയും ഒരു വൈൽഡ് അനിമൽസിൻ്റെയും ഇടയിൽ അത് ഇനിയിപ്പോൾ എത്ര തന്നെ ബന്ധമുണ്ടെങ്കിൽ പോലും ഒരു തിൻ ലൈൻ ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു ലൈന് ബ്രേക്കായ ദിവസമായിരുന്നു 2022 സെപ്റ്റംബർ 11. അന്ന് ഏകദേശം ഉച്ച കഴിഞ്ഞ സമയത്താണ് പീറ്ററിന്റെ ബന്ധുക്കൾ അദ്ദേഹത്തെ വീട്ടുമുറ്റത്ത് ബോധം കെട്ട് കിടക്കുന്നതായി കണ്ടത്. ഓസ്ട്രേലിയയിലെ ഒരു ഉൾനാടൻ ഫാം. അവിടെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു 77 വയസ്സുകാരൻ. മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന അദ്ദേഹത്തെ രക്ഷിക്കാനെത്തിയ പാരാമെഡിക്സിന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് തൊട്ടടുത്ത് ഒരു ഭീകരജീവി ഉണ്ടായിരുന്നു. അതും അത്രയും വർഷങ്ങളോളം സ്വന്തം മകനെ പോലെ വളർത്തിയ ജീവി. 77 വയസ്സുകാരനായിരുന്ന പീറ്റർ ഈഡ്സ് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ റെഡ്മണ്ട് എന്ന പ്രദേശത്ത് ഒരു ഫാം നടത്തുകയായിരുന്നു. മൃഗങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു പീറ്റർ. എത്രത്തോളം എന്നാൽ ഒരു കങ്കാരു കുഞ്ഞിനെയായിരുന്നു സ്വന്തം കുഞ്ഞിനെ പോലെ അയാൾ വീട്ടിൽ വളർത്തിയിരുന്നത്. പീറ്റർ അതിനെ ഒരു വന്യജീവി ആയിട്ടായിരുന്നില്ല കണ്ടിരുന്നത്, മറിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടായിരുന്നു. അങ്ങനെ വർഷങ്ങളോളം ആ കങ്കാരു പീറ്ററിനൊപ്പം വളരെ നോർമലായി തന്നെ ജീവിച്ചു. എന്നാൽ വന്യജീവികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനുഷ്യരുടെ നിയമങ്ങളോ ഇമോഷൻസോ ഒന്നും അവക്കറിയില്ല എന്ന കാര്യം പീറ്റർ മനസ്സിലാക്കിയിരുന്നില്ല. ഒരു മനുഷ്യൻ്റെയും ഒരു വൈൽഡ് അനിമൽസിൻ്റെയും ഇടയിൽ അത് ഇനിയിപ്പോൾ എത്ര തന്നെ ബന്ധമുണ്ടെങ്കിൽ പോലും ഒരു തിൻ ലൈൻ ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു ലൈന് ബ്രേക്കായ ദിവസമായിരുന്നു 2022 സെപ്റ്റംബർ 11. അന്ന് ഏകദേശം ഉച്ച കഴിഞ്ഞ സമയത്താണ് പീറ്ററിന്റെ ബന്ധുക്കൾ അദ്ദേഹത്തെ വീട്ടുമുറ്റത്ത് ബോധം കെട്ട് കിടക്കുന്നതായി കണ്ടത്. ഒരുപാട് പരിക്കുകളേറ്റ് ചോരയിൽ കുളിച്ച് കിടക്കുന്ന രീതിയിലായിരുന്നു അവർ അയാളെ കണ്ടത്. ഉടനെ തന്നെ ഹെൽപ്പിനായി അവർ പാരാമെഡിക്സിനെ വിളിച്ചു. പക്ഷേ പാരാമെഡിക്സ് എത്തുന്ന സമയത്താണ് അവർ ആ ഞെട്ടിക്കുന്ന കാര്യം കാണുന്നത്. പരിക്കേറ്റ് ചോരയിൽ കുളിച്ച് കിടക്കുന്ന പീറ്ററിന് തൊട്ടടുത്ത് ഒരു കങ്കാരു നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഒരാളെയും പീറ്ററിനടുത്തേക്ക് പോകാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അയാളെ രക്ഷപ്പെടുത്താൻ നോക്കിയ മെഡിക്കൽ ടീമിനെയും ആ കങ്കാരു ആക്രമിച്ചു. സോ ഓരോ മിനിറ്റ് കഴിയുന്നതും പീറ്ററിന്റെ ജീവൻ അപകടത്തിലാക്കുമെന്ന് മനസ്സിലാക്കിയ പോലീസ് അവസാനം ആ കങ്കാരുവിനെ വെടിവെക്കാൻ നിർബന്ധിതരായി. ഉടനെ തന്നെ വേണ്ട മെഡിക്കൽ അസിസ്റ്റൻസ് പീറ്ററിന് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും പീറ്റർ മരണത്തിന് കീഴടങ്ങിയിരുന്നു. 1936 ശേഷം ഓസ്ട്രേലിയയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ ബ്രൂട്ടൽ കങ്കാരു ആക്രമണമായിരുന്നു ഇത്. ആക്ച്വലി കങ്കാരുക്കൾ ഇത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ജീവികളാണോ? കാണുമ്പോൾ വളരെ പീസ്ഫുൾ ആയി നമുക്ക് തോന്നുമെങ്കിലും അതും ഒരു വൈൽഡ് അനിമൽ തന്നെയാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മെയിൽ കങ്കാരുവിന് ഏകദേശം 90 കിലോയോളം വെയിറ്റ് ഉണ്ടാകും. ഇവയുടെ ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറയുന്നത് അവയുടെ കാലുകളാണ്. കാരണം അവക്ക് 800 പൗണ്ട്സ് വെയിറ്റിൽ കിക്ക് ചെയ്യാൻ കഴിയും. മാത്രമല്ല കത്തിയേക്കാൾ മൂർച്ചയുള്ള നഖങ്ങളാണ് ഇവയുടേത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കാൻ ഇവക്ക് കഴിയും. ഇത്തരത്തിൽ പീറ്ററിൻ്റെ ഇന്റേണൽ ഓർഗൻസിനും ചെസ്റ്റിനുമൊക്കെ പറ്റിയ ആഴത്തിലുള്ള മുറിവുകളായിരുന്നു മരണകാരണമായത്. നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മളുമായി എത്രത്തോളം അടുപ്പമുണ്ടെന്ന് പറഞ്ഞാലും വൈൽഡ് അനിമൽസ് എപ്പോഴും വൈൽഡ് തന്നെയാണ്. അവയുടെ ആ ഒരു വൈൽഡ് ഇൻസ്റ്റിങ്ക്റ്റ് പുറത്തു വരുന്ന ആ ഒരു സെക്കൻഡിൽ വർഷങ്ങളുടെ സ്നേഹബന്ധങ്ങൾക്ക് ഒരു വിലയുമില്ല. സ്നേഹം കൊണ്ടോ കാരുണ്യം കൊണ്ടോ ഒന്നും വൈൽഡ് അനിമൽസിൻ്റെ ആ ഒരു വൈൽഡ്നെസ് നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പീറ്ററിൻ്റെ അനുഭവം. സോ വൈൽഡ് അനിമൽസ് എന്ന് പറയുന്നത് അവയുടെ ഒരു ആവാസ വ്യവസ്ഥയിൽ സ്വതന്ത്രമായി ജീവിക്കേണ്ടവയാണ്. അവയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹവും കെയറുമൊക്കെ കൊടുത്ത് നമ്മൾ വളർത്തുന്ന വൈൽഡ് അനിമൽസ് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നേരെ തന്നെ തിരിയാമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. സോ ഇത്തരത്തിലുള്ള ഒരുപാട് വൈൽഡ് അനിമൽസ് അറ്റാക്സ് ലോകത്ത് പലയിടത്തും നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം പറയുന്ന ഒരുപാട് വീഡിയോസ് അടങ്ങിയ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.